എല്ലാ ദൈവമക്കളും എക്കാലവും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കർത്താവ് കരുണ തോന്നണം, കർത്താവ് ദയ കാണിക്കണം, കർത്താവ് മനസ്സലിയണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇന്നത്തെ ദൈവവചനത്തിന്റെ ആലോചന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ഇവിടെ ഒരു ജനതയോട് പ്രവാചകൻ പ്രവചിക്കുകയാണ്, വിട്ടുമാറാത്ത എൻ്റെ ദയ ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ വരുവാൻ പോകുകയാണ്. ദൈവം നിന്നോട് ദയ കാണിക്കാൻ തീരുമാനിച്ചാൽ നീ ഇരിക്കുന്ന ഇടം വന്ന് അന്വേഷിച്ച് അവിടെ നിന്നോട് ദയ കാണിക്കുന്നവനാ കർത്താവ്. ദാവീദ് രാജാവായി തീർന്നപ്പോൾ ദാവീദ് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? 2 കാലും മുടന്തിയ മെഫീബോശെത്ത് എന്ന് പറയുന്നൊരു മകൻ യോനാഥാനുണ്ട്. അവൻ ജനിച്ചപ്പോൾ മുടന്തനല്ലത്. യുദ്ധം നടക്കുമ്പോൾ അവൻ 5 വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു സ്ത്രീ അവനെ എടുത്തുകൊണ്ട് ഓടുമ്പോൾ അവൻ കയ്യിൽ നിന്ന് വഴുതി താഴെ വീണ് വേണ്ട ചികിത്സ കിട്ടാതെ മുടന്തനായിപ്പോയി. എല്ലാവരും കൈവിട്ടവൻ ഒരു സ്ഥലത്ത് ഒതുങ്ങിപ്പാർക്കുമ്പോൾ രാജാവ് ആളെ വിളിച്ചവനെ വരുത്തിച്ചു. ദൈവത്തിന്റെ ദയ കാണിക്കണം. അവൻ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ 2 കൈകളും കൂപ്പിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാജാവ് അവനോട് പറഞ്ഞു, ഇന്ന് തൊട്ട് നീ എൻ്റെ കൊട്ടാരത്തിലാണ് നിന്റെ പാർപ്പ്, എൻ്റെ മേശയിൽ എന്നോടൊപ്പമാണ് നീ പന്തിയിൽ ഇരിക്കേണ്ടത്. ദാവീദ് രാജാവായപ്പോൾ ഒരു നിയമം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കുരുടനോ ഒരു മുടന്തനോ രാജസന്നിധി വരാൻ പാടില്ല. പക്ഷെ ദൈവത്തിന്റെ ദയ ഒരു വ്യക്തിയുടെ മേൽ വീണാൽ നിയമങ്ങൾ വരെ മാറ്റി അവനെ ആ ഇരിപ്പിടത്തിൽ കൊണ്ടുവന്നു. അവന്റെ അപ്പന്റെ നിലമെല്ലാം അവന് മടക്കി കൊടുത്തു. ഞാനിന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് തുറന്നു പറയാം, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദയ നിന്നെ ചുറ്റാൻ പോകും. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, ദൈവത്തിന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. പിന്നിലുള്ള ചരിത്രം പഠിക്കുമ്പോൾ അവൻ കൊട്ടാരത്തിൽ രാജസന്നിധിയിൽ രാജാവിനോടൊപ്പം ഭക്ഷിച്ച് രാജകൊട്ടാരത്തിനകത്ത് രാജകീയ പ്രൗഢിയോട് അവൻ ജീവിച്ചു. എന്താണ് ഇതിന്റെ സന്ദേശം? ദൈവം നിന്നോട് ദയ തോന്നാൻ പ്രാർത്ഥിച്ചു. നീ ഇരിക്കുന്നിടം അന്വേഷിച്ചു വന്ന് ദൈവം നിന്നോട് ഈ ദിവസങ്ങളിൽ ദയ കാണിക്കും. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ദയ അനുഭവിച്ച് ഓരോ ദിവസവും ജീവിക്കാൻ കൃപ കൊടുക്കണം. അവരെ നിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവത്തിന്റെ ദയ നിന്നെ ചുറ്റും. ഗോഡ് ബ്ലസ്.